ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മളിത് വന്നേക്കുന്നത് LPUP എക്സാംസിന് വേണ്ടിയുള്ള ഒരു NCERT ബേസ്ഡ് റിവിഷനാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ. നമ്മൾ SART പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി NCERT ടെക്സ്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെടാൻ പോവാണ്. ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫി മാത്രമാണ് LPUP എക്സാമിനുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സിലബസിൽ ഇന്ത്യൻ ജോഗ്രഫി മാത്രമാണുള്ളത്. സോ അത് അടിസ്ഥാനപ്പെടുത്തി അപ്പൊ ആദ്യമായി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന ചോദ്യമൊക്കെ നിങ്ങൾക്ക് LPUP എക്സാമിന് വന്നാൽ, വരുമില്ലോ എന്നറിയത്തില്ല, വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ചോദ്യം തന്നെ ആദ്യം ഇട്ടത്. ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ, ഇപ്പൊ താഴെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ശരിയായത് അണ്ടർലൈൻ ചെയ്യണം. കാരണം ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയും കാണും, ശരിയായതും കാണും. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യകർത്താവ് ചോദിച്ചേക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ചോദ്യത്തിനകത്ത് തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ ശരിയും തെറ്റും ഒക്കെ ഇട്ട് പോകണമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ലാസ്റ്റ് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആദ്യം തന്നെ ടിക്കറ്റ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ പ്രസ്താവന നിങ്ങൾ ഓരോന്നും വായിക്കുക. ശരിയായ പ്രസ്താവന ശരിയെന്നും ടിക്കെന്നും, തെറ്റായ പ്രസ്താവന ഒരു ഇൻഡു വിട്ട് തന്നെ പോവുക ചോദ്യത്തിൽ. അപ്പൊ ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല, തൊട്ടടുത്ത സ്ലൈഡിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ ഇത് വായിച്ചു നോക്കി ഇതിന്റെ തൊട്ടടുത്ത സ്ലൈഡിൽ ഇതിന്റെ ആൻസർ നോക്കണം. അപ്പൊ ഞാനിത് ചെയ്തു പോകും. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡാണെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ ഇത് വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഡൂണുകൾ ഹിമാചൽ നിരയുടെ പ്രധാന സവിശേഷതകളാണ്. ശരിയാണെങ്കിൽ ശരിയിട്ടോ, തെറ്റാണെങ്കിൽ തെറ്റിട്ടോ. ഇനി ഹിമാലയത്തിലെ അരുണാചൽ മേഖലയിൽ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളാണ് അബോർ, മിഷ്മി, ഡഫ്ല എന്നിവ. ശരിയാണോ തെറ്റാണോ ഇട്ടോ നിങ്ങൾ. അരുണാചൽ ഹിമാലയത്തിലെ ഗോത്ര സമൂഹങ്ങൾ ജുമ്മിങ് കൃഷി പിന്തുടരുന്നവരാണ്. ശരിയാണോ തെറ്റാണോ? എന്നിട്ട് ഇനി ഓപ്ഷനിലേക്ക് വരണം. ഒന്ന് മാത്രം ശരി. നിങ്ങൾ ഇട്ടത് ഒന്ന് മാത്രമാണോ ശരിയായിട്ട് ഇട്ടത്? നോക്കണം. രണ്ട് മാത്രം ശരി, രണ്ടും മൂന്നും ശരി, എല്ലാം ശരി. നിങ്ങളുടെ ശരികൾ നിങ്ങൾ നോക്കണം. നിങ്ങൾ രണ്ടെണ്ണം ശരി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒന്നും രണ്ടും ശരി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നും രണ്ടും എന്നുള്ള ഇതിനകത്തുണ്ടോ? ഇല്ല. നിങ്ങൾ രണ്ടും മൂന്നുമാണ് ശരിയിട്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. നിങ്ങൾ എല്ലാം ശരി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഡി ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ വേണം ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു മാതൃക ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നേക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോകാം. യെസ്, നമ്മുടെ ആൻസർ രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും വായിച്ചിട്ട് ഇതെങ്ങനെ ശരിയാക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഡൂണുകൾ ഹിമാചൽ നിരയുടെ പ്രധാന സവിശേഷതകളാണ്. ഒന്നാമത്തെ പ്രസ്താവന. അപ്പൊ തന്നെ അവിടെ നമുക്ക് തെറ്റിടാം അല്ലെ. ഡൂണുകൾ ശിവാലിക് നിരയുടെ സവിശേഷതകളാണെന്ന് പലവട്ടം പഠിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂൺ ശിവാലിക് നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൂൺ എന്താണ്? പർവ്വതങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള താഴ്വരകളാണ് അല്ലെ. നീളമേറിയ താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് വിളിക്കുന്നത്. സോ അത് ശിവാലിക് നിരയുടെ സവിശേഷതയാണ്. ഡെറാഡൂൺ, ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ, കോട്ട്ലി ഡൂൺ തുടങ്ങിയവയൊക്കെ ശിവാലിക് നിരയുടെ സവിശേഷതയാണ്, ഹിമാചലിന്റെ അല്ല. അടുത്തലേക്ക് പോകാം. ഹിമാലയത്തിലെ അരുണാചൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗോത്ര സമൂഹങ്ങളാണ് അബോർ, മിഷ്മി, ഡഫ്ല എന്നിവ. ശരി. അരുണാചൽ ഹിമാലയത്തിൽ ധാരാളം ഗോത്ര സമൂഹങ്ങളുണ്ട്. അവയുടെ പേരുകളാണ് അബോർ, മിഷ്മി, ഡഫ്ല ഒക്കെ. ഇനി അടുത്ത ചോദ്യം, അരുണാചൽ ഹിമാലയത്തിൽ, അതായത് അരുണാചൽ പ്രദേശിലെ ഹിമാലയ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗോത്ര സമൂഹങ്ങൾ പിന്തുടരുന്ന കൃഷി രീതിയാണ് ജുമ്മിങ് കൃഷി. ശരിയാണ്, ജുമ്മിങ് കൃഷി. എന്താണ് ജുമ്മിങ് കൃഷി? സ്ഥാനാന്തര കൃഷിയുടെ അല്ലെങ്കിൽ വെട്ടിച്ചൂട് കൃഷിയുടെ ഒക്കെ ഒരു വകഭേദമാണ് ജുമ്മിങ് കൃഷി എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. NCERT പുസ്തകത്തിൽ, SCERT-യിലല്ല. ഇത് NCERT ബേസ് ചെയ്തുള്ള റിവിഷനാണ്. അപ്പോൾ അവർ ജുമ്മിങ് കൃഷിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മലമുകളിൽ താമസിക്കുന്ന ഈ ഗോത്ര വിഭാഗങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാറില്ല. അവര് ഏതെങ്കിലും ഒരു പ്രദേശം കണ്ടുപിടിച്ച്, മലമുകളിൽ ഏതെങ്കിലും ഒരു പ്രദേശം കണ്ടുപിടിച്ച് അവിടെ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്ത് കാര്യമായ വിളവ് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, ആദ്യത്തെ കൃഷിയിൽ വലിയ വിളവ് കിട്ടത്തില്ലായിരിക്കുമല്ലോ. കിട്ടുന്ന വിളവ് അവർ എടുക്കുന്നു. ശേഷം മിച്ചം വരുന്ന ആ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ ഇട്ട് കത്തിക്കുന്നു. എന്നിട്ട് അവർ മറ്റെവിടെയെങ്കിലും പോയി കൃഷി ചെയ്യുന്നു. അവിടെ കൃഷി ചെയ്ത് രണ്ടാമത്തെ സ്ഥലത്ത് പോയി കൃഷി ചെയ്ത് അവിടുന്ന് വിളവെടുത്ത് വീണ്ടും അവർ ഈ ആദ്യത്തെ സ്ഥലത്ത് തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ആ എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ച് അത് മണ്ണിന്റെ കൂടെ മിക്സ് ആയിട്ട് നല്ല വളമായി ആ മണ്ണിന് നല്ല വളക്കൂറ് കിട്ടും. തിരിച്ച് ആ രണ്ടാമത്തെ സ്ഥലത്തു നിന്ന് വീണ്ടും കറങ്ങി ഒന്നാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അവർ രണ്ടാമത് കൃഷി ചെയ്ത് കൂടുതൽ വിളവെടുക്കും.
പിന്നെ വീണ്ടും അവർ ആ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ആദ്യത്തെ കൃഷി കഴിഞ്ഞ് രണ്ടാമതൊരു സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞില്ല, അവിടെ പോകുന്നു. അവിടെ ഇത് തന്നെ ചെയ്തിട്ടാണ് വന്നത്. എല്ലാം കൂടെ മിച്ചം വന്ന് എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവർ തിരിച്ചു വന്നേക്കുന്നത്. തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അതും നല്ല വിളഭൂമിയുള്ള അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണായി മാറ്റപ്പെട്ടിട്ടുണ്ടാവും. അവിടെ അവർ പോയിട്ട് കൃഷി ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് കൃഷി ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജുമ്മിങ് കൃഷി എന്ന് പറയുന്നത്. ഗോത്ര വിഭാഗങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല, അവരിങ്ങനെ മാറി 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 ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു. മനസ്സിലായോ? ആ ഒരു കൃഷി രീതിയെ ജുമ്മിങ് കൃഷി രീതി എന്ന് വിളിക്കുന്നു. പുസ്തകത്തിൽ ഇതിനെ വെട്ടിച്ചൂട് കൃഷി രീതിയുടെ ഒരു വകഭേദമാണ്, അല്ലെങ്കിൽ സ്ഥാനാന്തര കൃഷിയുടെ ഒരു വകഭേദമായിട്ടൊക്കെയാണ് പറയുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു വകഭേദമായിട്ടാണ് ഈ ജുമ്മിങ് കൃഷി എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ ഒന്നാമത്തെ ചോദ്യത്തിന്റെ? കൊള്ളാം. രണ്ടാമത്തെ ചോദ്യം, ഇതൊരു ചേരുംപടി. PSCയുടെ പുതിയൊരു പരിപാടിയാണ് ചേരുംപടി. പുതിയൊരു പരിപാടിയാണ് ചേരുംപടി. കാരണം നോക്കി, ഇതിനകത്ത് ABCD എന്ന് പറഞ്ഞ 4 ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിനകത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ PSC പരീക്ഷകളിൽ PSC കൊണ്ടുവന്ന PSC എക്സാംസ് ഉണ്ടല്ലോ, നിങ്ങളുടെ LPUP അല്ലാത്ത മറ്റ് PSC പരീക്ഷകളിൽ PSC കൊണ്ടുവന്ന നൂതന മാർഗ്ഗങ്ങൾ ഇവിടെയും കൂടെ നിങ്ങൾക്ക് പരീക്ഷിച്ച് തരുവാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം പരിചയപ്പെടുത്തി തന്നു, ഇനി തന്നെ ഇങ്ങനത്തെ ഒരു ചേരുംപടി നമുക്ക് പ്രതീക്ഷിക്കാം. 4-5 ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിനകത്ത് ഇവന്മാർക്ക് ഇറക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങളോട് പരിശീലിക്കുന്നത് നല്ലതാണ്. ഹിമാലയം, വടക്ക് പർവ്വതം. തെറ്റായ ചോദ്യത്തിലേക്ക് ആദ്യം പോകണം. തെറ്റായ ചേരുംപടിയാണ് കണ്ടെത്തേണ്ടത്. ഹിമാലയം, വടക്ക് പർവ്വതം. മൗണ്ട് കെറ്റു, കാരക്കോറം. മൗണ്ട് എവറസ്റ്റ്, നേപ്പാള്. നംഗപർവ്വതം, ഉത്തരാഖണ്ഡ്. ഈ ചേരുംപടികൾ ശരിയാണോ എന്ന് പരിചയപ്പെടണം. നിങ്ങൾ ശരിയും തെറ്റുവിട്ട് പൊക്കോണം. ഹിമാലയം വടക്ക് പർവ്വതമാണെങ്കിൽ അത് ശരിയിട്ടേക്കണം. മൗണ്ട് കെറ്റു കാരക്കോറത്തിലാണെങ്കിൽ അത് ശരിയിട്ടേക്കണം. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണെങ്കിൽ അത് ശരിയിട്ടേക്കണം. നംഗപർവ്വതം ഉത്തരാഖണ്ഡിലാണെങ്കിൽ അത് ശരിയിട്ടേക്കണം. ഓക്കെ, ഇതിനകത്തുനിന്ന് എല്ലാം ശരിയാണെങ്കിലും ഇവിടെ ഉത്തരം കാണത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആൻസർ എന്താണ് നോക്കാം നമുക്ക്. ആൻസർ കിട്ടിയോ? അതിന്റെ ആൻസർ യെസ്, ആൻസർ ഓപ്ഷൻ ഡി, നംഗപർവ്വതം, ഉത്തരാഖണ്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റ്. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. ശരി, ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. ശരി അല്ലെ? ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്, അത് ശരിയാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിയിടിച്ച് ടെത്തിസ് എന്ന് പറയുന്ന കടല്, ഈ ഫലകങ്ങൾക്കിടയിൽ വെച്ച് മടങ്ങിയാണ് ഹിമാലയം ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൗണ്ട് കെറ്റു കാരക്കോറം നിരകളിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. മൗണ്ട് കെറ്റു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും പാക് അധിനിവേശ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കെറ്റു ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ചോദ്യം മാറുമ്പോൾ ഉത്തരവ് മാറും. മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നേപ്പാളിലാണ്. നേപ്പാളിൽ അത് സാഗർ മാത എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നംഗപർവ്വതം പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഒരിക്കലും ഉത്തരാഖണ്ഡിലല്ല. ഉത്തരാഖണ്ഡിലുള്ളത് നന്ദാദേവിയാണ്. നംഗപർവ്വതവും നന്ദാദേവിയും തിരിഞ്ഞു പോകരുത്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ്? നന്ദാദേവിയാണ്. ഓക്കെ അല്ലേ? സോ എന്താണ് തെറ്റിപ്പോയതെന്ന് കണ്ടെത്തിയില്ലേ? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നോക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് കൊടുമുടിയെ സംബന്ധിക്കുന്നതാണ്? വീണ്ടും ഒരു പ്രസ്താവന. ഇവിടെ ചോദ്യം ശരിയെന്നോ തെറ്റെന്നോ അല്ല, ഇന്ത്യയിലെ ഏത് കൊടുമുടിയെ സംബന്ധിക്കുന്ന പ്രസ്താവനയാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് കൊടുമുടിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഹിന്റാണ് നമുക്ക് തരുന്നത്. ഈ അശ്വമേധമൊക്കെ കളിക്കുമ്പോൾ ആദ്യം കുറച്ച് സൂചനകൾ കൊടുത്തിട്ട് ആളെ കണ്ടുപിടിക്കാനായിട്ട് പറയും. 10 സൂചനകൾ കൊടുക്കും, ചിലപ്പോൾ 20 സൂചനകൾ കൊടുക്കും, ഹിന്റുകൾ കൊടുക്കും. എന്നിട്ട് പറയും ആരെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ട് പറയും. അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഗെയിം TV-ക്കകത്ത്. അപ്പൊ ഇവിടെ അതേപോലെ നിങ്ങൾക്ക് കുറച്ച് ഹിന്റ് തന്നിട്ട് ഇത് ഏത് കൊടുമുടിയാണ് എന്ന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം മതിയായിരിക്കും ഇത് ചെയ്യാനായിട്ട്, എല്ലാം നിങ്ങൾക്ക് അറിയേണ്ടി വരത്തില്ല. നോക്കി, ഒന്ന്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണിത്. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണിത്. ഏതാണ് ഈ കൊടുമുടി? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കുറച്ചു മുമ്പ് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. സിക്കിമിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണിത്. കിട്ടിക്കാണുമല്ലോ ആൻസർ. യെസ്, കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഓക്കെ, സിക്കിമിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയതാണ്. ലോകത്തിലെ 1ാമത്തെ ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ 2ാമത്തെ ഏതാണ്? മൗണ്ട് കെറ്റു. ലോകത്തിലെ 3ാമത്തെ ഏതാണ്? കാഞ്ചൻജംഗ. കണ്ട, സിക്കിമിലാണ്, പിന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമാണ്. നമ്മൾ ഏകദേശം 3 ചോദ്യങ്ങൾ തീർന്നു. 4ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. പാമിർക്കെട്ട് എന്ന് പറയുന്ന ലോകത്തിന്റെ മേൽക്കൂര എന്ന സ്ഥലം, അവിടെ നിന്നും വിഭിന്ന ദിശകളിൽ പിരിഞ്ഞു പോകുന്ന പർവ്വത നിരകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഹിന്ദുക്കുഷ്, സുലൈമാൻ,
ടിയാൻ ഷൻ, സസ്കർ. ഇതിനകത്ത് ഏതാണ് പാമർകെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിൽ പിരിഞ്ഞു പോകാത്ത പർവ്വതനിര? ഒരു സ്ട്രെയിറ്റ് ചോദ്യമാണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റും മാച്ച് ദി ഫോളോയിങ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടൊരു ചോദ്യം. കിട്ടിയ ആൻസർ യെസ്, സസ്കർ. പാമർകെട്ട് എന്ന് പറയുന്ന ലോകത്തിന്റെ മേൽക്കൂര എന്ന ഭാഗത്തേക്ക് കൂടിച്ചേരുന്ന 5 പ്രധാന പർവ്വതനിരകളാണ് ഉള്ളത്. അതിലൊന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നത് കാരക്കോറം, 2 അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിന്ദുക്കുഷ്, 3 ചൈനയിലേക്ക് സുലൈമാൻ, 3 പാകിസ്ഥാനിലേക്ക് സുലൈമാൻ കുന്നുകൾ, അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിന്ദുക്കുഷ്, ചൈനയിലേക്ക് 2 ഒന്ന് ടിയാൻ ഷൻ, രണ്ടാമത്തത് കുൻലുൻ. അപ്പൊ എത്ര കൊടുമുടികളുണ്ട്? ഒന്ന് ടിയാൻ ഷൻ ചൈനയിലേക്ക്, രണ്ടാമത്തത് കുൻലുൻ, ചൈനയിലാണ് ഈ രണ്ടും. കാരക്കോറം ടുവേർഡ്സ് ഇന്ത്യ, കാരക്കോറം. പിന്നെ പാകിസ്ഥാനിലേക്ക് സുലൈമാൻ, പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിന്ദുക്കുഷ്. ഏതാണ്? ഹിന്ദുക്കുഷ്. ഈ 5 പർവ്വതനിരകളാണ് പാമർകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടിച്ചേരുന്നത്. അതിനകത്ത് ആരില്ല? സസ്കർ ഇല്ല. സസ്കർ ട്രാൻസ് ഹിമാലയത്തിലെ 3ാമത്തെ നിരയാണ്. സസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരക്കോറത്തിനും ലഡാക്കിനും താഴെയായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ 3ാമത്തെ നിരയാണ് സസ്കർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഉത്തര മഹാസമതലത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. എന്നിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യണം. പ്രസ്താവനകൾ പരിഗണിക്കാതെ മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് 3 പ്രസ്താവന തരുന്നു. താഴെ ഓപ്ഷൻ ABCD കിടപ്പുണ്ട്, നോക്കാം. 1, ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. ശരിയാണോ തെറ്റാണോ എന്ന് കൊടുത്തേക്കണം, കാരണം താഴെ ഓപ്ഷൻ ശരി തെറ്റുവാ വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഉത്തര മഹാസമുദ്രത്തിലെ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ അറിയപ്പെടുന്നത് ഭാബർ എന്നാണ്. നെക്സ്റ്റ്, ഈ ഭാഗത്ത് കാണപ്പെടുന്ന പുതിയ കൽ നിക്ഷേപങ്ങൾ ഭംഗർ എന്നറിയപ്പെടുന്നു. എന്നിട്ട് പ്രസ്താവന പറയുന്നു, ഓപ്ഷൻസ് പറയുന്നു, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. സി, 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഡി പറയുന്നു 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇങ്ങനെയാണ് അവര് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്തു. ആൻസറിലേക്ക് നിങ്ങൾ ആദ്യം എത്തിപ്പെടുക. ഓക്കെ, മാർക്ക് ചെയ്തല്ലോ. ഞാൻ സ്പീഡാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഒത്തിരി നേരം പോസ് ചെയ്ത് വെക്കാൻ സമയമില്ല. നിങ്ങളത് പോസ് ചെയ്ത് മൊബൈലിൽ ഇത് പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റി നോക്കാം. ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, തെറ്റ്. ഉത്തര മഹാസമുദ്രത്തിന്റെ വിസ്തൃതി പറയുന്നത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 7 ലക്ഷം. നെക്സ്റ്റ്, ഉത്തര മഹാസമുദ്രത്തിലെ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ അറിയപ്പെടുന്നത് ഭാബർ എന്നാണ്. തെറ്റ്. ഉത്തര മഹാസമുദ്രത്തിലെ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളെ ടെറായി എന്നാണ് വിളിക്കുന്നത്. മറക്കരുത്, ടെറായി. നെക്സ്റ്റ്, അടുത്തത്, ഈ ഭാഗത്ത് കാണപ്പെടുന്ന പുതിയ കൽ നിക്ഷേപങ്ങൾ ഭംഗർ എന്നറിയപ്പെടുന്നു. തെറ്റ്. ഉത്തര മഹാസമുദ്രത്തിലെ പുതിയ കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നാണ് വിളിക്കുന്നത്. പഴയ കൽ നിക്ഷേപമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഭംഗർ. പുതിയ കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 3 പ്രസ്താവനകളും തെറ്റ് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റിയത്. മനസ്സിലായില്ലേ അത്? അടുത്ത ചോദ്യം, വീണ്ടും ചേരുംപടി. തെറ്റായ ചേരുംപടി കണ്ടെത്തുക. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില തടാകങ്ങളൊക്കെ കാണാം. അത് കാരണം അത് NCERT നിർത്തേക്കുന്നതാണ്. ഒന്ന്, ദാൽ തടാകം ശുദ്ധജല തടാകം, ചിൽക്ക തടാകം ലവണജല തടാകം, പാങ്ങോങ് തടാകം ശുദ്ധജല തടാകം, സാമ്പാർ തടാകം ലവണജല തടാകം, മാനസ സരോവർ തടാകം ശുദ്ധജല തടാകം. ഇതിനകത്ത് ഏതാണ് തെറ്റായ ചേരുംപടി എന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് അറിയാവുന്നത് ടിക്കിട്ടോളുക. തെറ്റായ ചേരുംപടി ഒരെണ്ണേ ഉള്ളൂ. ഏതോ ഒരെണ്ണേ തെറ്റുള്ളൂ. അറിയാവുന്ന ആദ്യം ടിക്കിടുക, ശരി ഇടുക. അതിനകത്ത് നിന്ന് കുറച്ചൊക്കെ നമുക്കൊരു ലോജിക്കലി ആൻസറിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരാം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. സോ ഞാൻ എന്തായാലും ആൻസറിലേക്ക് പോകുന്നു. നമ്മുടെ ആൻസർ പാങ്ങോങ് തടാകം ശുദ്ധജല തടാകം എന്നുള്ളതിനകത്ത് തെറ്റായ ചേരുംപടി. പാങ്ങോങ് എന്ന് പറയുന്നത് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന, ലഡാക്കിൽ നിന്ന് ചൈനയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകമാണ് പാങ്ങോങ് തടാകം. ലഡാക്ക് തൊട്ട് ചൈന വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകം, ഇങ്ങനെ നീളത്തിൽ. ഈ തടാകത്തിന്റെ സവിശേഷത ഇതൊരു ലവണജല തടാകമാണ് എന്നുള്ളതാണ്. ഓക്കെ, പാങ്ങോങ് തടാകം അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. വളരെ ഒരു അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഈ തടാകത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടാവാറ് ഉണ്ട്. അപ്പൊ ദാൽ തടാകം കാശ്മീർ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ്. ശുദ്ധജല തടാകമാണ്.
ചിൽക്ക തടാകം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകമെന്നും ചിൽക്ക അറിയപ്പെടുന്നു. സാമ്പാർ തടാകം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ്. ഇന്ത്യയിലെ ലവണത്വം കൂടിയ തടാകമെന്ന് സാമ്പാർ തടാകം അറിയപ്പെടുന്നു. മാനസ സരോവർ ഇന്ത്യയിലല്ല, ടിബറ്റിലാണ്. കൈലാഷ് നിരകൾക്ക് താഴ്വരയിലുള്ള തടാകമാണ് മാനസ സരോവർ. ലോകത്തിന്റെ വിശുദ്ധ തടാകം എന്ന് പോലും ആരറിയപ്പെടുന്നു? മാനസ സരോവർ അറിയപ്പെടുന്നു. ഇതിനകത്ത് ഒരെണ്ണമാണ് തെറ്റായ പ്രസ്താവന. അത് പാങ്കോങ് തടാകമാണ്. അതൊരു ശുദ്ധജല തടാകമല്ല, പഠിച്ചോണം, ലവണജല തടാകമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഉപദ്വീപ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കുന്നുകളെ വടക്ക് നിന്ന് തെക്കോട്ട് എന്ന തരത്തിൽ ക്രമീകരിച്ചതിൽ ശരിയായത് ഏത്? എ ആരവല്ലി, സത്പുര, വിന്ധ്യ, ഏലമല, നീലഗിരി, ആനമല. അടുത്ത ബി വടക്കുനിന്ന് തെക്കോട്ടുള്ള പർവ്വതങ്ങളാണ്. ആരവല്ലി, വിന്ധ്യ, സത്പുര, നീലഗിരി, ആനമല, ഏലമല. അടുത്ത സി ആരവല്ലി, വിന്ധ്യ, സത്പുര, ഏലമല, നീലഗിരി, ആനമല. ഡി ആരവല്ലി, വിന്ധ്യ, സത്പുര, നീലഗിരി, ഏലമല, ആനമല. ഒന്ന് പോസ് ചെയ്യുക, ഓർഡർ ഒന്ന് നോക്കുക, ഏതാണ് ശരിയായ ഓർഡർ, വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഓർഡറിൽ ശരിയായത് ഏത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചേ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? മുകളിൽ നിന്ന് താഴേക്കുള്ള ലിസ്റ്റാണ് നോക്കുന്നത് കേട്ടോ. ബി നോക്കി, ഏറ്റവും മുകളിൽ ആരവല്ലി രാജസ്ഥാനിൽ അല്ലെ. ആരവല്ലി കഴിഞ്ഞാൽ പിന്നെ മധ്യപ്രദേശിൽ വരുന്ന വിന്ധ്യ, സത്പുര. ഓക്കെ, അത് കഴിഞ്ഞ താഴേക്ക് പിന്നെ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം കൂടി ചേരുന്ന നീലഗിരി. അപ്പോൾ നീലഗിരിക്ക് ശേഷം പശ്ചിമഘട്ടം ആനമല എന്നറിയപ്പെടുന്നു. ആനമലയ്ക്ക് തെക്കോട്ട് ഏലമല എന്നറിയപ്പെടുന്നു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കോണം. ഇത് പശ്ചിമഘട്ടം എന്ന് വിചാരിച്ചു. പശ്ചിമഘട്ടത്തിലേക്ക് പൂർവ്വഘട്ടം കൂടിച്ചേരുന്നത് നീലഗിരി വെച്ചിട്ടാണ്. അപ്പൊ നീലഗിരിക്ക് താഴോട്ട് പിന്നെ ആനമല, ആനമലയ്ക്ക് താഴോട്ട് ഏലമല, ആനമലയിലേക്കും അല്ലെങ്കിൽ ആനമല, ഏലമല, പിന്നെ അവിടുന്ന് കിഴക്കുന്ന് വരുന്ന പറഞ്ഞാൽ പളനിമല. ഇതിന്റെ മൂന്നിനെയും കൂടെ സംഗമ സ്ഥാനത്താണ് ആനമുടി എന്ന കൊടുമുടി ഇരിക്കുന്നത്. ആനമലയുടെയും ഏലമലയുടെയും പളനിമലയുടെയും സംഗമ സ്ഥാനത്താണ് ഇടുക്കിയിൽ ആനമുടി ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പശ്ചിമഘട്ടത്തിലേക്ക് പൂർവ്വഘട്ടം കൂടിച്ചേരുന്ന ഈ ഭാഗം നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്ക് കേട്ടിട്ടില്ലേ? ദോടബെട്ട കേട്ടോ. നീലഗിരി കുന്നുകൾക്ക് ശേഷം തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ആനമല. ആ ഗ്യാപ്പാണ് പാലക്കാടൻ ചുരം. നീലഗിരി മലയ്ക്കും അതുപോലെ തന്നെ ആനമല, ഇതാണ് ആനമല. നീലഗിരി മലയ്ക്കും ആനമലയ്ക്കും ഇടയിലുള്ള ആ ഒരു വിടവാണ്, ഒരു പ്രാദേശികമായ വിടവാണ് നമ്മുടെ പാലക്കാടൻ ചുരം. ഇതാണ് ഏലമല. താഴെ ഏലമല, കിഴക്കോട്ടുള്ളതാണ് പളനിമല കേട്ടോ. പളനിമല അതൊന്ന് ശ്രദ്ധിച്ചോണം. ആനമലയുടെയും ഏലമലയുടെയും പളനിമലയുടെയും സംഗമ സ്ഥാനത്താണ് ആനമുടി ഇരിക്കുന്നത്. നീലഗിരിക്കും ആനമലയ്ക്കും ഇടയ്ക്കുള്ള ചുരമാണ് പാലക്കാടൻ ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമെന്നാണ്, ഏറ്റവും വീതി കൂടിയ ചുരമെന്നാണ് പാലക്കാടൻ ചുരം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉപദ്വീപ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉപദ്വീപ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. ഉപദ്വീപ പീഠഭൂമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സ്വാഭാവിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോകണം. ഉപദ്വീപ പീഠഭൂമി ശരിയായ പ്രസ്താവന. എന്നിട്ട് പ്രസ്താവനകൾ വായിച്ചേ. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സ്വാഭാവിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് ഈ ഭൂവിഭാഗം അറിയപ്പെടുന്നു. ഈ ഭാഗത്തെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ നിഷ്മല പീഠഭൂമി എന്നറിയപ്പെടുന്ന മാൾവ പീഠഭൂമി ഉപദ്വീപ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു. കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ കാണും. നന്നായിട്ടൊന്ന് വായിക്കുക, ആൻസറിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് ശ്രമിക്കുക. പോസ് ചെയ്ത് നന്നായിട്ട് വായിച്ച് നിങ്ങളുടെ ആൻസർ നിങ്ങൾ ടിക്കിട്ട് പോവുക. നിങ്ങളുടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ടിക്കിട്ട് പോവുക. തൊട്ടടുത്ത പേജിൽ ആൻസർ ഉണ്ട്, നോക്കാം. 3, 4 മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഉപദ്വീപ പീഠഭൂമിയെ സംബന്ധിച്ച് 4 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് 3ഉം 4ഉം മാത്രമാണ്. നമുക്ക് നോക്കാം ബാക്കി എങ്ങനെ തെറ്റിയെന്ന് നോക്കാം. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സ്വാഭാവിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. തെറ്റ്. ഉപദ്വീപ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവിക സസ്യപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. എന്തുകൊണ്ട്? മൺസൂണിനെ ആശ്രയിച്ച് മാത്രമാണ് ഈ ഭാഗത്തുള്ള സസ്യജാലങ്ങൾ വളരുന്നത്. അപ്പോൾ
കാലികമായിട്ട് മാത്രം കിട്ടുന്ന ഒരു മഴയാണ് മൺസൂൺ, ഒരു മഴക്കാലമാണ് മൺസൂൺ. അപ്പൊ ആ സമയത്ത് മാത്രമായിരിക്കും ഈ സസ്യജാലങ്ങളൊക്കെ നല്ല ഇങ്ങനെ പച്ചപ്പോടെ കാണപ്പെടുന്നത്. മൺസൂണിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇവയുടെ ഇല പൊഴിച്ച് അവ നിലനിൽക്കുന്നു. കാരണം അടുത്ത മഴക്കാലം വരെ ഇവയ്ക്ക് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവ ഇല പൊഴിക്കുന്നു സ്വാഭാവികമായിട്ട്. ഇങ്ങനെയുള്ള സ്വാഭാവിക പ്രകൃതി ജാലങ്ങളെയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് വിളിക്കുന്നത്. ഉപദ്വീപ പീഠഭൂമിയിലുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് കൂടുതലായും കാണപ്പെടുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു പൊതുവായ സ്വാഭാവിക സസ്യപ്രകൃതി എന്ന് നമ്മൾ പറയുന്നത് ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെയാണ്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് മഴക്കാടുകളും നിത്യഹരിത വനങ്ങളും ഒക്കെ കാണപ്പെടുന്നത്, സൈലന്റ് വാലി പോലെയൊക്കെയുള്ള. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു. രണ്ട്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല എന്ന ഈ ഭൂവിഭാഗം അറിയപ്പെടുന്നത് തെറ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല എന്ന വിശേഷണമുള്ളത് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലമാണ്, ഉപദ്വീപ പീഠഭൂമി അല്ല. ഓക്കെ, ഇനി ഉപദ്വീപ പീഠഭൂമിനെ വിളിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന ഭൂവിഭാഗം എന്നാണ് വിളിക്കുന്നത്. ഉപദ്വീപ പീഠഭൂമിനെ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അത് ഈ ഉപദ്വീപ പീഠഭൂമിക്ക് അകത്തുള്ള പീഠഭൂമി തന്നെയാണ്. അപ്പൊ അത് രണ്ട് രീതി ചോദിക്കാം. ഭൂവിഭാഗം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉപദ്വീപ പീഠഭൂമി എഴുതണം. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന് ചുമ്മാ ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ ഉപദ്വീപ പീഠഭൂമി. ഇനി ഈ ഭാഗത്തെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ശരിയാണ്. ഉപദ്വീപ പീഠഭൂമിയിൽ ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിങ്ങനെ നിരവധി പീഠഭൂമികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ നിഷ്ബല പീഠഭൂമി, നിഷ്ബല ഭൂപ്രദേശങ്ങൾ എന്നറിയപ്പെടുന്ന മാൾവ പീഠഭൂമി ഉപദ്വീപ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. മാൾവ പീഠഭൂമിയും ചോട്ടാ നാഗ്പൂരും ഡെക്കാനും ഒക്കെ ഉപദ്വീപ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ മാൾവ പീഠഭൂമിനെ നിഷ്ബല ഭൂപ്രദേശം എന്നുകൂടി വിളിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോ 3ഉം 4ഉം ശരി, 1ഉം 2ഉം തെറ്റ്. ഓക്കെ അല്ലേ? ചോദ്യം വ്യക്തമല്ലേ? മനസ്സിലായില്ലേ? അടുത്തിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്ന ഡെൽറ്റകൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെരഞ്ഞെടുക്കുക. കിഴക്ക് വശത്തുള്ള, അപ്പൊ ഇന്ത്യയുടെ കിഴക്ക് വശത്തുള്ള, ഇതാണ് കിഴക്ക്, ഈ കിഴക്ക് വശത്തുള്ള ഡെൽറ്റകൾ താഴെ തന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുക്കുക. അതായത് ഇങ്ങോട്ട് നദി വന്ന് പതിക്കുമ്പോഴാണ് ഡെൽറ്റകൾ ഉണ്ടാകുന്നത്. കിഴക്കൻ തീരത്ത് ഏതൊക്കെ നദി വന്ന് പതിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. കൃഷ്ണ ഡെൽറ്റ, ഗോദാവരി ഡെൽറ്റ, മഹാനദി ഡെൽറ്റ, നർമ്മദ ഡെൽറ്റ, സുന്ദർബൻസ് ഡെൽറ്റ ഏതൊക്കെയാണ് കിഴക്കൻ തീരത്ത് കാണപ്പെടുന്നത്? 1, 2, 3, 4, 2, 3, 4, 5, 1, 2, 3, 5, 1, 2, 4, 5. ആൻസറിലേക്ക് എത്തുക. ഏതാണ്? നിങ്ങളുടെ ആൻസറിലേക്ക് നിങ്ങൾ ആദ്യം എത്താൻ ശ്രമിക്കുക. അതിനുശേഷം തൊട്ടടുത്ത പേജിലുള്ള നമ്മുടെ യഥാർത്ഥ ആൻസർ നോക്കുക. യെസ്, 1, 2, 3, 5 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. കൃഷ്ണ ഡെൽറ്റ, കൃഷ്ണ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് അല്ലെ? കൃഷ്ണ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഗോദാവരി ഡെൽറ്റ, ഗോദാവരി കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. മഹാനദിയും അത്തരത്തിൽ തന്നെ കിഴക്കോട്ടൊഴുകുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. സുന്ദർബൻസ് ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ്. നർമ്മദ മാത്രം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്, അറബിക്കടലിൽ പോയി പതിക്കുന്ന നദിയാണ്. നർമ്മദയും താപ്തിയും അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുണ്ട്, 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. കബനി, ഭവാനി, പാമ്പാർ കിഴക്കോട്ട് ഒഴുകുമ്പോൾ ബാക്കി പെരിയാർ ഉൾപ്പെടെയുള്ള 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇവിടെ നർമ്മദ, താപ്തി എന്നീ പ്രധാന നദികൾ അറബിക്കടലിൽ പതിക്കുമ്പോൾ കൃഷ്ണ, ഗോദാവരി, മഹാനദി, ഗംഗ, ബ്രഹ്മപുത്ര എല്ലാം കൂടെ ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു. സോ 1, 2, 3, 5 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ശരിയായ ചേരുംപടികൾ തിരഞ്ഞെടുക്കുക. 7 ചോദ്യങ്ങളാണ് കൊടുത്തേക്കുന്നതിനകത്ത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ശരിയായ ചേരുംപടികൾ തിരഞ്ഞെടുക്കണം. 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ നിക്കോബാർ, 8 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപ് മാലിദ്വീപ്, ബാരൻ സജീവ അഗ്നിപർവ്വതം, കവരത്തി ലക്ഷദ്വീപ്, നർക്കോണ്ടം മഡ് വോൾക്കാനോ, സാഡിൽ കൊടുമുടി ലക്ഷദ്വീപ്, അഗത്തി വിമാനത്താവളം ആൻഡമാൻ നിക്കോബാർ. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ ചേരുംപടികൾ എന്ന് നോക്കിക്കേ. പതുക്കെ വായിച്ചിട്ട് ഉത്തരത്തിലേക്ക് വന്നാൽ മതി. ഞാൻ എന്തായാലും ആൻസറിലേക്ക് പോകുന്നു. ശരിയായ ചേരുംപടികൾ എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. 10 ഡിഗ്രി ചാനൽ ആൻഡമാനും നിക്കോബാറിനെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ്. ശരിയാണ്. 8 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ്. ശരി, അതും. ബാരൻ ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമാണ്. ശരിയാണ്. ആൻഡമാൻ നിക്കോബാറിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. കവരത്തി ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ്. ശരിയാണ്. നർക്കോണ്ടം മഡ് വോൾക്കാനോ തെറ്റാണ്. നർക്കോണ്ടം ഒരു നിർജീവ അഗ്നിപർവ്വതമാണ്. മഡ് വോൾക്കാനോ
ആൻഡമാൻ നിക്കോബാറിലുള്ളത് ബരാത്താങ് ആണ്. ബരാത്താങ് എന്ന് പറയുന്നതാണ് മഡ് വോൾക്കാനോ, തെറ്റാണ്. അപ്പൊ അത് നർക്കോണ്ടോ എന്ന് പറഞ്ഞത് തെറ്റാണ്. സാഡിൽ കൊടുമുടി ലക്ഷദ്വീപ്, തെറ്റാണ്. സാഡിൽ കൊടുമുടി ആൻഡമാൻ നിക്കോബാറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സാഡിൽ കൊടുമുടി ലക്ഷദ്വീപിലല്ല. അഗത്തി വിമാനത്താവളം, തെറ്റാണ്. ആൻഡമാൻ നിക്കോബാർ അല്ല. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപിലാണ്. സോ ഇത് മൂന്നും തെറ്റ്, 4 ശരി. അപ്പൊ 1, 2, 3, 4 എന്നുള്ളത് നമ്മുടെ ആൻസർ കേട്ടോ. 1, 2, 3, 4. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചർച്ച ചെയ്തത്. NCERT എന്നുള്ള കൂടുതൽ ചോദ്യങ്ങളായിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഇന്നത്തെ ചോദ്യങ്ങൾ, അവയെ സമീപിക്കേണ്ട രീതി, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ എങ്ങനെ നോക്കണം, മാച്ച് ദി ഫോളോയിങ് ഒക്കെ എങ്ങനെ അത് ആൻസറിലേക്ക് നമ്മൾ ലോജിക്കലായിട്ട് എത്തണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ചെറിയ ധാരണ തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ പുതിയത് പരിചയപ്പെടുത്തി, കുറച്ച് ടേമുകൾ പുസ്തകത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് NCERT ടെക്സ്റ്റിൽ നിന്നുള്ള കുറച്ച് ടേമുകൾ, പുതിയ ടേമുകളൊക്കെ പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ മറ്റു കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.